അപ്പോൾ നമ്മുടെ അടുത്ത മത്സരാർത്ഥി വേറെ ആരുമല്ല റോക്കി ബായ്, അതായത് റോക്കി അസിയാണ്. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഏറ്റവും മികച്ചൊരു ഇൻട്രോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ റോക്കിയുടെ തന്നെയാണ്. റോക്കി അസി എന്നാണ് പുള്ളിയുടെ മുഴുവൻ പേര്. പുള്ളിക്ക് തന്നെ പറയുന്നത് പുള്ളി ഡ്യുവൽ ക്യാരക്ടറാണെന്ന്. അതായത് അസി ആണെങ്കിൽ ഒരു പാവമായിരിക്കും, റോക്കി ആണെങ്കിൽ പുള്ളി ഭയങ്കര വില്ലനായിരിക്കും എന്നാണ് പുള്ളി തന്നെ അവകാശപ്പെടുന്നത്. എന്നാലും പുള്ളിയുടെ ഇൻട്രോ അടിപൊളിയായിട്ട് തോന്നി. പുള്ളി പറഞ്ഞത് ബിഗ് ബോസ് ഇനി മുതൽ ഇങ്ങനെ അറിയപ്പെടും, അതായത് റോക്കിക്ക് മുൻപും റോക്കിക്ക് ശേഷം എന്ന രീതിക്ക് അറിയപ്പെടുമെന്നാണ് പറയുന്നത്. ഒരു മോനുണ്ട്, പുള്ളി കിക്ക് ബോക്സിംഗ് താരമാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, തിരുവനന്തപുരം സ്വദേശിയാണ്. എന്നാലും പൊളിയാണ്. തിരുവനന്തപുരംകാരൻ ഒരാൾ വന്ന് പൊളിച്ചടുക്കിയിട്ട് പോയാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് രാജാവായിട്ട്. എന്നാൽ ഇത്തവണ റോക്കി ബായ് ആവാനായിട്ടാണ് തിരുവനന്തപുരത്ത് നമ്മുടെ റോക്കി അസി വരുന്നത്. എനിക്കെന്താണെങ്കിലും ഈ വർഷത്തെ ഏറ്റവും മികച്ചൊരു ഇൻട്രോ ആയിട്ട് ഇതുവരെ കണ്ടതിൽ തോന്നിയത് നമ്മുടെ റോക്കി അസിയുടെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് റോക്കി അസിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ബിഗ് ബോസ് റിലേറ്റഡായ എല്ലാ അപ്ഡേറ്റും ആദ്യമേ തന്നെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എനിവേ അടുത്ത മണിക്കൂറിൽ പുതിയ ആളുടെ ഡീറ്റെയിൽസുമായിട്ട് വരാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.